ബിസ്ക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇന്ത്യക്കാരുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന പേരാണ് പാർലേജി. പാർലേജി എന്നാൽ പലർക്കും ഒരു വികാരമാണ്, ഒരു നൊസ്റ്റാൾജിയ. ഈ ബ്രാൻഡിന്റെ വിജയത്തിന് പിന്നിൽ ചുക്കാൻ പിടിച്ച ഒരാളുണ്ട്. മോഹൻലാൽ ദയാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പാർലേജി ഇന്ന് കാണുന്ന നിലയിലേക്ക് എങ്ങനെ എത്തിയെന്നും ഈ പേര് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുമൊക്കെ നമുക്ക് വിശദമായി ഒന്നറിയാം. 1938 മോഹൻലാൽ ദയാൽ പാർലേജി എന്ന ബിസ്ക്കറ്റ് ബ്രാൻഡ് തുടങ്ങുന്നത്. അതുവരെ വിദേശത്ത് മാത്രം ജനപ്രിയമായിരുന്ന ബിസ്ക്കറ്റിനും കുക്കീസിനുമൊക്കെ ഇന്ത്യക്കാർക്കിടയിലും സ്വീകാര്യത ലഭിക്കുന്നതിന് അദ്ദേഹം കാരണമായിട്ടുണ്ട്. പാർലേജിക്ക് മുമ്പ് ഐസ്ക്രീം കച്ചവടത്തിൽ ഒരു കൈ നോക്കിയിട്ടുള്ള ആളാണ് മോഹൻലാൽ ദയാൽ. എന്നാൽ ഇന്ത്യയിൽ ബിസ്ക്കറ്റ് ബിസിനസിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ അദ്ദേഹം പിന്നീട് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും കഴിക്കാൻ സാധിക്കുന്നതായിരിക്കണം തന്റെ ബിസ്ക്കറ്റെന്നും അദ്ദേഹം ഉറപ്പിച്ചിരുന്നു. അങ്ങനെയാണ് സാധാരണക്കാരന്റെ ബിസ്ക്കറ്റായ പാർലേജിയുടെ ഉത്ഭവം. ഈ ബ്രാൻഡിന്റെ പേരിന് പിന്നിലുമുണ്ട് ഒരു കഥ. പാർലേജിയിലെ പാർലെ മുംബൈയെ ആണ് പ്രതിനിധാനം ചെയ്യുന്നത്. മുംബൈയിലാണ് ഈ ബ്രാൻഡിന്റെ ഉത്ഭവം. ഈ ബിസ്ക്കറ്റിൽ ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നതിനാൽ ഇതിനൊപ്പം ഗ്ലൂക്കോസിന്റെ ആദ്യ അക്ഷരമായ ജി കൂടി ചേർത്തു. പാർലേജിക്ക് ഇന്ത്യയിൽ താമസിക്കാതെ തന്നെ വ്യാപകമായ സ്വീകാര്യതയാണ് ലഭിച്ചത്. സ്വദേശി പ്രസ്ഥാനം രാജ്യത്ത് വളർച്ച പ്രാപിച്ചപ്പോൾ മോഹൻലാൽ ദയാലിന്റെ പാർലേജിയും അതോടൊപ്പം കൂടുതൽ വളർന്നു. രാജ്യത്ത് ഈ ബിസ്ക്കറ്റിന് ആവശ്യക്കാരേറി. 1960 പാർലേജിക്ക് എതിരാളിയായി ബ്രിട്ടാനിയ എത്തിയത്. ബ്രിട്ടാനിയയിൽ നിന്ന് കടുത്ത മത്സരമാണ് പാർലേജിക്ക് നേരിടേണ്ടി വന്നത്. ഇതോടെ വിപണിയിൽ പുതിയ തന്ത്രം ആവിഷ്കരിക്കാൻ കമ്പനി നിർബന്ധിതരായി. തുടർന്നാണ് പാർലേജി ബിസ്ക്കറ്റിന്റെ പാക്കറ്റിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉൾപ്പെടുത്തിയത്. ഇത് പിന്നീട് ഒരു ഐക്കോണിക് ചിത്രമായി മാറി. അതൊരു വലിയ ചരിത്രവുമായി. പിന്നാലെ പാർലേജിയിലെ ജിയുടെ നിർവചനത്തിലും മാറ്റം വന്നു. ഈ ജി ഇന്ന് ജീനിയസ് എന്ന വാക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. മൊണോക്കോ, ക്രാക്ക് ജാക്ക്, ഹൈഡ് ആൻഡ് സീക്ക് എന്നിങ്ങനെ പല പേരുകളും ഈ രംഗത്ത് പിന്നാലെ സ്ഥാനമുറപ്പിച്ചെങ്കിലും പാർലേജി തങ്ങളുടെ തനതായ വിപണി കണ്ടെത്തി. റീറ്റെയിൽ വിപണിയിൽ 5000 കോടിയുടെ വിൽപ്പന നേടിയ FMCG ബ്രാൻഡായി 2013 പാർലേജി മാറി. 2018 2020 ഇടയിൽ ഏകദേശം 8000 കോടി രൂപയുടെ പാർലേജി ബിസ്ക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത്. മോഹൻലാൽ ദയാൽ എന്നയാളുടെ ദീർഘവീക്ഷണവും വിപണിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അറിവുമെല്ലാമാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല.